പലർക്കും തലവേദനയും മൈഗ്രെയിനും ഉണ്ടാകാറുണ്ട്. എന്നാൽ അസഹ്യമായിട്ടുള്ള തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ പ്രത്യേകത. അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ പെട്ടെന്നുണ്ടാകുന്ന കുത്തിയുള്ള തലവേദനയെ തുടർന്ന് നെട്ടി ഉണരുകയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. അത്രയും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ക്ലസ്റ്റർ ഹെഡേക്ക് അനുഭവപ്പെടുന്നതാണ്. ക്ലസ്റ്റർ ഹെഡേക്ക് മിക്കവരിലും കണ്ടുവരാറുണ്ട്. ദിവസം 1 മുതൽ 8 തവണയെങ്കിലും ക്ലസ്റ്റർ ഹെഡേക്ക് റിപ്പീറ്റായി വരുന്നതാണ്. ഇങ്ങനെ ഈ തലവേദന ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്നതാണ്. തലയുടെ ഒരു വശത്തായിരിക്കും വേദന ഉണ്ടാവുക. കണ്ണിനോട് അനുബന്ധമായിട്ടും വേദന അനുഭവപ്പെടുന്നതാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ആവർത്തിച്ചു വരുന്നത് ക്ലസ്റ്റർ തലവേദനയുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ദിവസവും ആവർത്തിച്ചു വരുന്നതിനാണ് ജോലി ചെയ്യാനും മറ്റു വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാനും ഉറക്കത്തിന് വരെ ഇത് തടസ്സം വരുന്നതാണ്. ഇനി ക്ലസ്റ്റർ തലവേദനയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. തലവേദനയുടെ കൂടെ കണ്ണിൽ ചുവന്ന നിറം, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കൺപീലിക്ക് വീക്കമുണ്ടാവുക, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, അസാധാരണമായിട്ടുള്ള വിയർപ്പ്, മുഖത്ത് നീര്, മാനസികമായിട്ട് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുക, മുൻകോപം ഉണ്ടാവുക, ദേഷ്യം അനുഭവപ്പെടുക, അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടൊക്കെ തളർച്ച അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ കൂടെ വരുന്നതാണ്. അതുപോലെ കടുത്ത വെളിച്ചവും ശബ്ദവും ഒക്കെ സഹിക്കാൻ പറ്റാത്തതും ക്ലസ്റ്റർ തലവേദനയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ഏത് പ്രായത്തിലും ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാവാമെങ്കിലും മിക്കവരിലും 20നും 40നും ഇടയിലുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി ഇങ്ങനെയുള്ള തലവേദനയുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇനി ഇങ്ങനെയുള്ള തലവേദനയുള്ള രോഗികൾ മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ സ്ഥിരമായിട്ട് ഇതിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ മൂലവും തലവേദന ഉണ്ടാവാവുന്നതാണ്. അത്തരം മരുന്നുകൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുക. ചൂടുള്ള കാലാവസ്ഥയിൽ വ്യായാമം ചെയ്യുന്നതും തലവേദനയ്ക്ക് ഒരു കാരണമായി മാറുന്നതാണ്. ഈ തലവേദന സാധ്യതയുള്ളവർ ശരീര താപനിലയിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനങ്ങളും തലവേദനയ്ക്ക് കാരണമാകുന്നതാണ്. ഇങ്ങനെയുള്ളവർ പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ക്ലസ്റ്റർ ഹെഡേക്ക്, മൈഗ്രെയിൻ ഹെഡേക്ക് ഒക്കെ ഉള്ളവർ കൃത്യസമയത്ത് ഉറങ്ങേണ്ടതാണ്. ക്ലസ്റ്റർ ഹെഡേക്കിനും മറ്റു പല തലവേദനക്കും ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായ ചികിത്സയുണ്ട്. നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും അതിനുവേണ്ട ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ രോഗത്തെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്നതാണ്.